ഞാൻ ഇന്ന് ഇത് മീനൊന്ന് പുറത്തിരുന്ന് ഇറക്കാമെന്ന്. സാധാരണ ഞാൻ വീടിനകത്തിരുന്നാണ് കഴുകാറേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ രാത്രിയോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ആയിരിക്കും മീൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സാവകാശം ഇരുന്ന് കട്ട് ചെയ്യാനുള്ള സമയം കിട്ടില്ല. പിന്നെ ഇതിലൊക്കെ ഉപരി എൻ്റെ പൊന്നോ എന്തോ കാക്കശല്യാണെന്നറിയോ വെളിയിൽ. നിങ്ങളുടെ വീട്ടിലും അതല്ലേ അവസ്ഥ? നിങ്ങൾക്ക് സമാധാനമായിട്ട് വെളിയിരുന്ന് മീൻ ഇറക്കാൻ പറ്റുമോ? മുൻപ് എൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യുമെന്നറിയോ, മീനിറക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അമ്മ ഈ പിള്ളേരെ തുറന്നു വിടില്ല. അമ്മയുടെ അടുത്ത് ഇത്രയും ക്ഷമയോടെ നിൽക്കില്ല കേട്ടോ. അപ്പം അമ്മ എന്ത് ചെയ്യുമെന്നറിയോ, ഒരു ഓലയുടെ ചൂട്ടൊക്കെ കെട്ടി അടുത്ത് വെച്ച് മീനിറക്കാനൊക്കെ ഇരുന്നിട്ട് അപ്പോഴപ്പോഴും ആ ഓലച്ചൂട്ട് വീശി കാക്കകളെ ഓട്ടിക്കും. ഇതായിരുന്നു പതിവ്. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഞാനങ്ങനെ വെളിയിരുന്ന് അറക്കാറില്ല. അറക്കാൻ പോയാൽ ഇതുമാതിരി ഈ പിള്ളേരങ്ങ് തുറന്നങ്ങ് വിട്ടേക്കും. ഇവരെന്ത് ക്ഷമയോടെ നിൽക്കുമെന്നറിയോ, ഒരു ശല്യവും ഇല്ല. അതിൽ നിന്ന് ഞാൻ കൊടുക്കാണ്ട് എന്തായാലും അവരെടുത്തുകൊണ്ട് പോവില്ല. നോക്കിക്കേ ഇരിക്കുന്ന ആ ക്ഷമ. നിങ്ങൾക്കുണ്ടോ ഇത്രയും ക്ഷമയുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ? പിന്നെ ഇതിലിത്തിരി വിരളി ആ ചാർലിയാണ് കേട്ടോ. ചാർലി എന്ന് പറഞ്ഞാൽ ആ ഷെപ്പേഡ്, അവളാണ് ഇച്ചിരി വിരളി. അവൾ ഇത്തിരി എങ്ങനെയെങ്കിലുമൊക്കെ കട്ടെടുക്കാനുള്ള ടെൻഡൻസി കാണിക്കും. പക്ഷേ എന്നാൽ പോലും സ്വീറ്റിയും പിങ്കിയും എന്ത് അനുസരണയോടെ ഇരിക്കുന്നവർ അവർ ചോദിച്ചു വാങ്ങും നമ്മളോട്. ആ പിങ്കി ചോദിക്കുന്ന ടോണ് കണ്ടോ, മറ്റേ തലകൊണ്ടൊക്കെ ആട്ടിയിട്ട്. സ്വീറ്റി അതുമാതിരിയാണ്, ചോദിച്ചു വാങ്ങിക്കുവേ. പക്ഷേ ചാർലി അങ്ങനെയല്ല, തക്കം കിട്ടിയാൽ കട്ടെടുത്തുകൊണ്ട് പോവും. പിന്നെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്നോട്, പറയാതിരിക്കാൻ വയ്യ. എന്തോ സ്നേഹമെന്നറിയോ, നമ്മുടെ കുഞ്ഞുങ്ങളെ വരുന്ന സമയമൊക്കെ ആകുമ്പോൾ കാത്തിട്ട് കിടക്കുന്ന ആ ഒരു നിൽപ്പുണ്ട്. അവർക്കറിയാം നമ്മൾ ഇത്ര സമയത്ത് എത്തും എന്നുള്ളത്. ആ സമയത്ത് നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് നമ്മളെ കുഞ്ഞുങ്ങളായിരിക്കും. നമ്മുടെ വണ്ടി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ എത്രയോ വണ്ടി പാസ് ചെയ്ത് പോകുന്ന റോഡാണെന്നറിയോ, പക്ഷേ എന്നാലും നമ്മൾ വണ്ടി എത്തുമ്പോൾ അവിടെ ഒരു സ്നേഹപ്രകടനമുണ്ട്. അതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വീണു പോവുകയാണ്. ഇന്ന് ഞാൻ ഈ മീനിറക്കുന്ന കണ്ടൻറ് എടുക്കാനുള്ള മെയിൻ കാരണം വേറൊന്നുമല്ല. നമ്മളോട് എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ നായ്ക്കളിലോട്ട് വരാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ കാരണം പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് നായ് പ്രേമിയായോ അല്ലെങ്കിൽ ഇത്രയും നായ്ക്കളെ നമ്മൾ ഓപ്റ്റ് ചെയ്തത് എന്നൊക്കെ ഉള്ള കാരണം ഇനി ഒരു ദിവസം പറയാം, ഒരു ലൈവ് എടുത്ത് പറയാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ലൈവ് എടുത്ത് പറയാനുള്ള സാഹചര്യം കിട്ടണില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ അങ്ങ് പറയാമെന്ന് കരുതി. പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടനാണ് ഈ പട്ടികളുടെ ആൾ. അപ്പോൾ ആൾക്ക് പണ്ടൊരു റോഡ് വീലർ ഉണ്ടായിരുന്നു. ആൾ ഭയങ്കര റോട്ടിൻ്റെ ആളാണേ, ഭയങ്കര ഇഷ്ടമാണ് റോട്ടിനെ. അങ്ങനെ പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 10-15 വർഷങ്ങൾക്ക് മുന്നെയാണ് നന്ദിനി എന്ന് പറഞ്ഞിട്ടൊരു ഫീമെയിൽ റോട്ടിനെ ചേട്ടൻ ഒരിടത്ത് നിർത്തിക്കൊണ്ടുവന്ന് വളർത്തി. അപ്പോൾ ഈ റോഡ് വീലേഴ്സ് പൊതുവേ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എൻ്റെ മുൻപത്തെ വീഡിയോയിലാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നവർക്കറിയാം റോഡ് വീലേഴ്സിനെ കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് എല്ലാവരിലും ഉള്ളത്. അപ്പോൾ ഈ നന്ദിനി എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ട് ചേട്ടൻ അതിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഭയങ്കരമായിട്ട് അത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി കേട്ടോ. അപ്പോൾ ഈ പൊതുവേ റോട്ട് അഗ്രസീവ് അല്ലെങ്കിൽ റോട്ട് എങ്ങനെയാണെന്നൊക്കെ കേട്ട് കാണുന്നവർക്കൊക്കെ ഇതിനൊരു ഭയങ്കരമായിട്ടൊരു കളിബൊമ്മയായിട്ട് തോന്നി. അങ്ങനെ അതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തപ്പോഴത്തേക്കും സ്വന്തം വീടിൻ്റെ അഭാവം കൊണ്ടൊക്കെയാണ് അവളെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അവളെ ഒരു പരിധി കഴിഞ്ഞപ്പോഴും നമുക്ക് വിൽക്കേണ്ടി വന്നു. എനിക്കല്ല, ചേട്ടൻ അന്ന് വിൽക്കേണ്ടി വന്നു. ഞങ്ങൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അന്ന് വിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണമൊക്കെ ആയപ്പോഴത്തേക്കും എന്നോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എൻ്റെ വീട്ടിൽ നിറയെ പട്ടി വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനാണെങ്കിലും ഇതിൻ്റെ അപ്പുറം നായസ്നേഹിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മൃഗങ്ങളെ. അങ്ങനെ ഞാൻ പറഞ്ഞു അതിനെന്താ, നമുക്ക് പട്ടിയെ വളർത്താമല്ലോ, അതിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വീട് വെച്ചപ്പോഴത്തേക്കും ഞങ്ങളെ പിങ്കിയെ കൊണ്ടുവന്നു. പിങ്കി ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ അമ്മുമ്മയാണ്. എനിക്ക് പിങ്കിയോട് ഇച്ചിരി കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിങ്കിയും എൻ്റെ മോനും ഏതാണ്ട് ഒരു പ്രായമാണ്. എൻ്റെ മോന് 1 വയസ്സുള്ളപ്പോൾ പിങ്കിയെ കൊണ്ടുവന്നതാണ്. പിങ്കിയെ കൊണ്ടുവരാൻ കാരണം അവന് കളിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്ക് ഒരു കോമ്പൗണ്ടിനകത്ത് മോൻ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഒരു പപ്പിയെ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിങ്കിയെ കൊണ്ടുവന്നു. പിങ്കി അവനും ഭയങ്കര കളിയായിരുന്നു. അന്ന് പിന്നെ ഈ വീഡിയോടൊന്നും ഒരു വലിയ ക്രൈസില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നു പിങ്കിക്ക് മോനെ പിങ്കിയെ. അങ്ങനെയാണ് എന്ത് ചെയ്ത് പിങ്കിയെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അങ്ങനെ ഇരുന്നിട്ട് കോവിഡ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ആഗ്രഹം വന്നു, ബ്രീഡ് ചെയ്ത് കളയാം. കോവിഡ് എന്നല്ല, കുറച്ച് നാൾക്ക് മുന്നേ, കോവിഡ് സമയത്താണ് നമ്മൾ അതിൻ്റെ 2 മാസം മുന്നേ ബ്രീഡ് ചെയ്തപ്പോഴത്തേക്കും കുഞ്ഞിറങ്ങിയപ്പോൾ കോവിഡ് സമയമായപ്പോൾ കുഞ്ഞിന് ഡിമാൻഡായി. അങ്ങനെ ആ കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് പാസ് ഔട്ടായി, പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ. അങ്ങനെ അതിൽ കൊള്ളാം, നല്ല രസമുണ്ട്, നമ്മൾക്കിപ്പോൾ നല്ല പരിപാടി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൽ ഒരു കുഞ്ഞിനെ എടുത്തു. ആ കുഞ്ഞാണ് സ്വീറ്റി, അതായത് പിങ്കിയുടെ കുഞ്ഞ് സ്വീറ്റി. അങ്ങനെ ഞങ്ങൾ പിങ്കിയും സ്വീറ്റിയും മെയിൻറ്റെയിൻ ചെയ്തപ്പോഴാണ് ചേട്ടൻ്റെ ആ പണ്ടത്തെ റോട്ടെന്ന് പറയുന്ന ആഗ്രഹം ഉടലെടുത്ത് വന്നത്.
അങ്ങനെ റോട്ടെന്ന് ആഗ്രഹം ഉടലെടുത്ത് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ, ശരി അങ്ങനെയാണെങ്കിൽ റോട്ടിന് എടുക്കാൻ കരുതിയിട്ട് ഞങ്ങൾ റോഡിന് എടുക്കാനായിട്ട് ചേട്ടൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റോട്ടി തന്നെ വേണം. അങ്ങനെ ഇങ്ങനെ ലോകം മുഴുവൻ തപ്പി, ലോകമല്ല കേട്ടോ, എല്ലായിടും തപ്പി 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 നടന്നിട്ട് അവസാനം ആരോ വഴി അറിഞ്ഞു, ഇന്ന ഇച്ചിരി ദൂരെയാണ് ഒരു ലൊക്കേഷനിൽ, ട്രിവാൻഡ്രത്ത് തന്നെയാണ്, ഇത്തിരി ദൂരമായിട്ടൊരു റോട്ടുണ്ട്, പോയാൽ നമുക്ക് എടുക്കാമെന്ന്. അയ്യോ, എടുക്കാൻ ചെന്നപ്പോൾ ഉണ്ട് പാക്കിൻ്റെ അത്രയുള്ള ഒരു കുഞ്ഞ്. അതിൻ്റെ അമ്മയെ കണ്ടാൽ മനുഷ്യരായിട്ടുള്ളവരാരും അന്ന് എടുക്കത്തില്ല കേട്ടോ, ഭയങ്കര അഗ്രസീവായിട്ടുള്ള അമ്മ. ഈ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ ഓണർ അതിനെ മാറ്റി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അവസ്ഥ. അങ്ങനെയുള്ളൊരു പപ്പി. അങ്ങനെ എന്ത് ചെയ്തു, ഇതിനെ കണ്ടപ്പോഴത്തേക്കും എടുക്കണോ വേണ്ടയോ, കാരണം എൻ്റെ മോനൊന്ന് കുഞ്ഞാണേ. ആലോചിച്ചൊക്കെ എങ്ങനെ നിന്നിട്ട് അവസാനം ചേട്ടൻ കയറി എന്തായാലും ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് വരാം. അങ്ങനെ എന്നെ വിളിച്ചോടാന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയാണ് അവസ്ഥ, അമ്മ ഇങ്ങനെയാണ്, എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ രണ്ടും കൽപ്പിച്ച് എടുത്തുകൊണ്ട് വന്നു പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഡോറയെ കൊണ്ടുവന്നു. അയ്യോ, കൊണ്ടുവന്നിട്ട് എന്താ, നമ്മുടെ അന്ന് പിങ്കി പ്രസവിച്ച് കിടക്കുന്ന സമയം സ്വീറ്റി കുഞ്ഞാണ്, സ്വീറ്റിയുടെ കൂടെ അങ്ങ് കയറ്റിയിട്ട് ഇതിനെ ഫീഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ പിങ്കിയുടെ പാലും കുടിച്ച് ഡോറ വളർന്നൊരു ആജാനുബാഹുവായി. അപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ, ഇതൊക്കെ ഒരു കോവിഡ് സമയത്ത് കിടക്കുന്നതാണേ. അപ്പോൾ നമുക്കൊരാഗ്രഹം അങ്ങനെയാണെങ്കിൽ ഒരു ലാസാപ്സും കൂടെ അങ്ങ് എടുക്കാമെന്ന്. അങ്ങനെ ലാസാപ്സ് പപ്പിയെ തപ്പിയപ്പോഴത്തേക്കുണ്ട് നമുക്കൊരു ഫീമെയിൽ, നമ്മുടെ മിക്കി, ആ വെള്ളച്ചി ഉണ്ടല്ലോ, അവളെ കിട്ടിയപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഒരു ലാസാപ്സുമൊക്കെ ഈ മെയിൽ നമ്മളിപ്പോൾ തപ്പി നടക്കണമല്ലോ, അതൊക്കെ ഭയങ്കര റെയറെന്നല്ല, ലാസാപ്സും മെയിലൊക്കെ ഇപ്പം മറ്റ് ഡോഗുകൾ ഇപ്പോൾ 100 ആണെങ്കിൽ ഇവർ 10 കാണുള്ളൂ. അങ്ങനത്തെ ഒരു കംപ്ലീറ്റൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു മെയിലിനെയും കൂടെ തപ്പി നടന്നു. അങ്ങനെ ലക്കി എടുത്തു. അങ്ങനെ നമ്മുടെ വീട്ടിൽ അംഗങ്ങളുടെ എണ്ണം 5 ആയി. പിന്നെ എന്ത് ചെയ്തു എന്നറിയോ, നമ്മളിവരെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് വാസ്തവം. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് നഷ്ടക്കണക്കുകളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നഷ്ടക്കണക്കുകളെന്ന് പറയുന്നത് നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. നമ്മുടെ ലക്കി മരിച്ചുപോയി. അവൻ മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ലാത്തൊരു വിഷമമാണ്. ഞങ്ങൾ ആരെയും ഇന്നേവരെ കെട്ടിയിട്ടില്ല കേട്ടോ, എല്ലാവരെയും ഫ്രീ ആയിട്ട് തുറന്ന് വിടാറാണ് പതിവ്. പക്ഷേ അന്ന് യാദൃശ്ചികമായിട്ട് അവനൊന്ന് കെട്ടിയിടേണ്ടി വന്നു. കുറച്ച് സമയത്തേക്ക് കുളിപ്പിച്ചിട്ട് മണ്ണിൽ കിടന്ന് വിരവുള്ളതുകൊണ്ട് അവനൊന്ന് കെട്ടിയിട്ടതാണ്. പാവം എൻ്റെ മക്കൾ ആ കെട്ടിൽ കിടന്ന് ഇറുകിപ്പോയി. ഞാൻ എന്തോ അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് പുറത്ത് പോയിരുന്നു. പക്ഷേ വീട്ടിൽ ആളൊക്കെ ഉണ്ടായിരുന്നു. അവനൊന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. അവൻ കയറി കിടന്ന് പിടിച്ച് വലിക്കുക, എന്തോ കയറല്ല ബെൽറ്റാണ്, പിടിച്ച് വലിക്കുക എന്തോ ചെയ്ത് കഴുത്തിറുക്കിപ്പോയി. വന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇന്നും നമുക്ക് ആ വേദനയിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ലക്കൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. എൻ്റെ കുഞ്ഞു മോള് എൻ്റെ കുഞ്ഞാറ്റ വന്ന് അവൾ പിച്ച വെച്ച് നടന്നു തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറയുക, അവൾ പിടിച്ച് വെളിയിലിറങ്ങും. അപ്പോൾ ഈ നമ്മളിപ്പോൾ അകത്തെങ്ങാനൊക്കെ ആകുമ്പോൾ ഈ കുഞ്ഞ് വെളിയിറങ്ങുന്ന അറിയില്ലല്ലോ. അപ്പോൾ ഇവൻ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, ഒരു പ്രത്യേകതരം അലർച്ചയും ഒച്ചയൊക്കെയാണ്. ആ ഒച്ചയിൽ നമ്മൾ എവിടെ നിന്നാലും നമുക്ക് മനസ്സിലാവും കുഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നമ്മൾ 6:60 ഓടി വരുമ്പോൾ കറക്റ്റാണ് കുഞ്ഞ് വെളിയിലുണ്ടായിരിക്കും എന്നത് മാത്രമല്ല, ഇപ്പോൾ മറ്റു പട്ടികളാണെങ്കിൽ പോലും കടികൾ കൂടുമ്പോൾ നമ്മളെ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളുണ്ടാകുമ്പോൾ ഇവൻ ഒറ്റ ആണേ നമ്മളെ വീട്ടിലുള്ളൂ. ഇവൻ ഓടിച്ച് നല്ല നടുക്ക് നിന്നാൽ മതി, ആ പ്രശ്നം അവിടെ സോൾവാണ്. പിന്നെ നമ്മളെ വണ്ടി കയറ്റിന് പുറത്ത് വരുമ്പോഴത്തേക്കും ഇപ്പോഴും ആർക്കും അത്രയും വലിയൊരു പ്രത്യേകത ഉള്ളതായിട്ട് നമുക്ക് തോന്നണില്ല. നമ്മുടെ തന്നെ വണ്ടി, നമ്മുടെ കാറാവട്ടെ സ്കൂട്ടി ആവട്ടെ, ഈവൻ എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണെങ്കിൽ പോലും ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവനുണ്ടാക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒച്ചയുണ്ട്. അത് ഈ വീട്ടിൽ നിന്ന് വേറെ ആരെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അവന് മാത്രമുള്ളൊരു പ്രത്യേക കഴിവാണത്. അപ്പോൾ അവൻ്റെ ആ നോവ് ഇന്നും നമുക്കൊരു തീരാ നോവായിട്ട് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഇന്നും അവനില്ല എന്നുള്ള ആ ഒരു വിയോഗം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടേ ഇല്ല. അത്രയ്ക്ക് പൊന്നായിരുന്നു നമുക്ക് അവൻ. അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ സങ്കടങ്ങളുടെ കണക്കും ഉണ്ട് ഒരുപാട്. ഈ ഒരെണ്ണം മാത്രമല്ല, ഒരുപാട് സങ്കട കണക്കുകളുണ്ട്. പക്ഷേ എല്ലാം കൂടി പറഞ്ഞ് വെറുപ്പിക്കണില്ല. ഒരു മീനിറക്കലിൽ തുടങ്ങിയതാണ്. മീനറുത്ത് തീർന്ന് അവിടെ തമ്മിലടിയും കാക്കയോ കോട്ടിപ്പുരമായിട്ട് ഒരു ബഹളമായിട്ട് നിൽക്കണം. ഞാൻ കഥ പറഞ്ഞ് അങ്ങ് എവിടെയൊക്കെ എത്തിയല്ല കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് കഥ പറയാൻ ഒരു അവസരം കിട്ടണില്ല എന്നേ. അപ്പം ഇത് ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ മീനിറക്കലും കാക്കി ഒട്ടിക്കലും തമ്മിലടിയും ബഹളമായിട്ടൊക്കെ കുറേ നേരം അങ്ങ് പോകുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കരുതി ഇതിൻ്റെ ഇടയിൽ അവരുടെ ട്രാജഡിയും കൂടി എടുത്തങ്ങ് തിരികെ കയറ്റാന്ന്. അങ്ങനെ തിരികെ കയറ്റിയതാണ്. പിന്നെ എന്തുവാ, ഇനി പ്രത്യേകിച്ച് തിരികെ കയറ്റലൊന്നുമില്ല. കാരണം ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയത്തിൻ്റെ കുറവുകൊണ്ട് എൻ്റെ എല്ലാ പിള്ളേരും എല്ലാവരും കാണണ്ടില്ല എന്നൊരു പരിഭവം പറയുന്നുണ്ട്. ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ സമയത്തിൻ്റെ അഭാവം കൊണ്ട് മാത്രമാണ് ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാത്തത്. എല്ലാവരുമായിട്ട് വരുന്നുണ്ട്. ഒരു ദിവസം നന്നായിട്ട് എല്ലാവരെയും കാണിച്ചു തരാം. ഇനിയും വീഡിയോകൾ വരുന്നുണ്ട്. വീഡിയോകളൊക്കെ ഒരുപാട് എടുക്കാനായിട്ടുണ്ട്. എടുത്തിട്ട് ഞാനും എൻ്റെ കുട്ടികളും കൂടി വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.